ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ഡാറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ശിവരാത്രി ആശംസകൾ. എല്ലാവരും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിട്ട് എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം എന്തായിരിക്കും, ഇന്നത്തെ മെസ്സേജ് എന്താണ്, ഇന്നത്തെ ഗൈഡൻസ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് എന്ന് നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ആയിട്ട് കിട്ടുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നോക്കാം. ഇന്നെല്ലാവരും കുറേയധികം ആൾക്കാരെങ്കിലും ശിവരാത്രി വ്രതമൊക്കെ എടുക്കുന്ന ആൾക്കാരായിരിക്കും. നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ്. വേൾഡ് കാർഡാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത്. നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന, ഒരുപാട് പ്രതീക്ഷിച്ചിരുന്ന ഒരു സക്സസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നാണ് ഇന്ന് ഭഗവാന് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്തതിൻ്റെ ഒരു സന്തോഷത്തിലാണ്, അത് ഹാർഡ് വർക്ക് ചെയ്ത് അച്ചീവ് ചെയ്തതിൻ്റെ ഒരു സന്തോഷത്തിലാണ് നിങ്ങളെന്നുള്ളതാണ് കാണുന്നത്. ഇതിൽ കൂടുതൽ ആൾക്കാരും നല്ല സ്പിരിച്വലായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്നു, നല്ല പ്രാർത്ഥനയോടെ ഇരിക്കുന്നു എന്നൊക്കെയാണ് കാണുന്നത്. പിന്നെ മാത്രമല്ല, നിങ്ങളൊരു എൻലൈറ്റൻമെൻറ്റിലേക്ക് പോകുന്നു എന്നുള്ള ഒരിതാണ്. ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യവും അത് നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ള ഒരു ഫ്രീഡം നിങ്ങൾക്ക് കിട്ടുന്നൊരു സമയമാണ്. നമ്മളോട് ഒരു പ്രൗഡ് എന്നൊക്കെ പറയില്ലേ, നമ്മളോടൊരു അഭിമാനം, സ്വയം ഒരു അഭിമാനം തോന്നുന്നൊരു ദിവസമാണ് ഇന്ന്. അപ്പോൾ ദൈവാനുഗ്രഹം ഒരുപാടുണ്ടായിരിക്കും കേട്ടോ ഇന്നത്തെ ദിവസം. നിങ്ങളുടെ കൂടെ തന്നെ ദൈവമുണ്ട് എന്ന് പറയുന്ന പോലത്തെ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കാരണം കുറേ സ്പിരിച്വൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കാം, നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നതായിട്ട് നമുക്ക് തോന്നും. കാരണം പലപ്പോഴും നമ്മൾ എന്തെങ്കിലും ബ്ലോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പം ഒരു കണക്ഷൻ വിട്ടുപോയതായിട്ട് ഫീൽ ചെയ്തിരുന്ന ആൾക്കാർക്ക് ഈ ഒരു സമയം ഒരു കണക്ഷൻ കിട്ടുന്നു, വീണ്ടും അത് റീകണക്ട് ചെയ്ത ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം ഉള്ളത്. എന്തായാലും ആദ്യത്തെ കാർഡ് വളരെ നല്ലതാണ്. 7 ഓഫ് പെന്റക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങളൊരു വെയിറ്റിംഗ് എനർജിയിലാണ് എന്നാണ്, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാര്യമായിരിക്കാം നടക്കാൻ പോണത്, അല്ലെങ്കിൽ ഉടനെ നടക്കും. ഒരുപാട് എഫേർട്ട് എടുത്ത് പല കാര്യങ്ങളും സക്സസ്ഫുൾ ആക്കാൻ നോക്കിയിട്ട് പാസ്റ്റിൽ ഇതൊന്നും നടന്നിട്ടില്ലാതെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാർ, അതിന് ഈ ഒരു ഫലത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ആൾക്കാർക്ക് ഫലം കിട്ടുന്ന ഒരു എനർജിയാണ് കാണുന്നത്. പിന്നെ ക്ഷമ വേണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ചെയ്യുന്ന കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യം, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിന് എല്ലാത്തിനും ഫലമുണ്ട്. പക്ഷെ കുറച്ച് ക്ഷമയോടെ നിങ്ങളൊന്ന് കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇതിൽ ആവശ്യമില്ലാത്ത കാര്യത്തിന് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അത് സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ്. കാരണം നമുക്ക് എല്ലാവർക്കും നമ്മളുടെ കഷ്ടപ്പാടും ഇതൊക്കെ മാറാനൊരു സമയമുണ്ട്. സമയം എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അപ്പം ആ സമയം നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഇപ്പോഴാണ് ആ ഒരു കാര്യം അനുകൂലമാകണത്. അപ്പോൾ അത് അനുകൂലമാകുന്നതിൻ്റെ ഒരു സന്തോഷം നിങ്ങൾക്കുണ്ടാവും. പക്ഷെ ചില ആൾക്കാർക്ക് എന്താണ് എനിക്ക് ഇത് പെട്ടെന്ന് നടക്കാത്തത് എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ കുറച്ച് ക്ഷമയോടെ ഇരിക്കണം എന്നാണ് കാണുന്നത്. സ്റ്റാറാണ്. പിന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന കാര്യങ്ങൾ ഒക്കെ അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു സമയമാണ്. പിന്നെ പോസിറ്റീവ് ചേഞ്ച് വരുന്നു എന്നുള്ളതാണ്. ജീവിതത്തിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. അത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരിക്കാം. ഇതിൽ കുറേ കാര്യങ്ങൾ, ചാലഞ്ചിങ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്ത് അത് പൂർത്തിയായി. നമ്മളുടെ ജീവിതത്തിൽ, ഓരോരുത്തരുടെയും ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഓരോരുത്തർക്കും അത്രയും പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ കുറേ ആൾക്കാർക്ക് എന്നും പ്രശ്നങ്ങൾ മാത്രമുള്ള ആൾക്കാരും ഉണ്ടാവും. പക്ഷെ അത് നമ്മുടെ പാസ്റ്റിൽ നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം നമ്മൾ ഈ ഒരു സമയം ചിലപ്പോൾ
സ്പിരിച്വൽ ആകുന്ന സമയത്ത് നമ്മൾ പെട്ടെന്നത് റിലീസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതായിരിക്കും ചെയിൻ ഓഫ് ഈവൻറ്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഒന്ന് തീരുമ്പോൾ ഒന്ന്, ഒന്ന് തീരുമ്പോൾ ഒന്ന് എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് ഏകദേശം പൂർത്തിയായി എന്നുള്ളതാണ് ഈ സ്റ്റാർ പറയുന്നത്. കാരണം ഹീലിംഗ് ഒക്കെ നടന്നിട്ടുണ്ടായിരിക്കണം, പാസ്റ്റിൽ നിങ്ങൾക്ക് ഉണ്ടായ ആ വേദനകൾ ഹീൽ ചെയ്തിട്ടുണ്ടായിരിക്കണം, നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ എപ്പോഴാണോ ഇൻഡിപെൻഡൻ്റ് ആകുന്നത്, നമ്മളുടെ മിസ്റ്റേക്സ് നമ്മൾ തിരിച്ചറിയുന്നത്, നമ്മൾ അതിന് ഫോർഗീവ്നെസ് മറ്റുള്ളവർ നമ്മളോട് ചെയ്ത കാര്യങ്ങൾക്ക് ഫോർഗീവ്നെസ് കൊടുക്കണത്, നമ്മളോട് തന്നെ ഒരു ഫോർഗീവ്നെസ് കൊടുത്ത് നമ്മളെ ഹീൽ ചെയ്യുന്നത്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റണത്. അപ്പോൾ ഈ ഒരു സമയമാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള ആ കർമ്മഫലം നമുക്ക് അനുഭവിക്കാൻ പറ്റണത്. അപ്പോൾ നമ്മൾ കുറേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, പക്ഷേ നമ്മൾ മറ്റുള്ളവർ നമ്മളോട് ചെയ്ത മിസ്റ്റേക്സ് ഒക്കെ നമ്മൾ കൂട്ടി വയ്ക്കും, ഒന്നും മറക്കൂല. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് മറക്കാൻ പറ്റുന്നില്ല, ഇപ്പോഴും എനിക്ക് വേദനയാണ്. ഈ വേദന കൊണ്ട് നമ്മൾ എന്നെ സ്വയം ഇല്ലാതാവുകയാണ് ചെയ്യണത്. മറ്റുള്ളവർക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഈ വേദന നമ്മളുടെ ഹൃദയത്തിൽ വെച്ച് അത് നമുക്ക് എന്നെ പ്രശ്നങ്ങളുണ്ടായി, നമ്മുടെ ബോഡിക്കും മൈൻഡിനും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ മാക്സിമം അത് ഹീൽ ചെയ്യാൻ നോക്കുക. കാരണം അതിൽ തിരിച്ചറിവ് വേണം, ഞാനിത് അങ്ങോട്ട് ഇപ്പോഴൊക്കെയോ കൊടുത്ത കാര്യം, ഏതൊക്കെയോ ജന്മത്തിൽ കൊടുത്ത കാര്യം, ഈ ഒരു ജന്മത്തിൽ ഈ വ്യക്തികളും സാഹചര്യങ്ങളും എനിക്ക് തിരിച്ചു തന്നു, സെയിം സിറ്റുവേഷൻ നമുക്കത് വീണ്ടും ക്രിയേറ്റ് ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് നമ്മളുടെ വേദന കുറേ മാറിപ്പോവും, നമുക്ക് ആ വൈരാഗ്യവും ദേഷ്യവും ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരു സമയത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഒരു വലിയ ഒരു ഇരുട്ടിന് ശേഷം കിട്ടിയ ഒരു പ്രകാശം, ഒരു വലിയൊരു പ്രശ്നങ്ങളൊക്കെ ഒഴിഞ്ഞു പോയതിനു ശേഷം ഒരു പ്രകാശത്തിന്റെ തുരുത്ത് നിങ്ങൾ കണ്ടു കഴിഞ്ഞു എന്നുള്ളതാണ്. ആ ഒരു സമയമാണിത്. ഇതിലെ 9 of കപ്സിന്റെ എനർജിയാണ്. അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങളോട് ഭഗവാൻ പറയണത് ശരിക്കും ഹാപ്പി ആയിട്ടിരിക്കും എന്നുള്ളതാണ്. എല്ലാരെയും പ്രൊട്ടക്ട് ചെയ്യാൻ ഞാനുണ്ട് എന്നുള്ളതാണ് ഭഗവാൻ പറയണത്. ഭയങ്കര സന്തോഷത്തിലാണ് ഇരിക്കാനാണ്. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും റിയാലിറ്റിയിലേക്ക് വരുന്നു. അത് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും അത് റിയലായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നൊരു സമയമാണ്. പിന്നെ ഇപ്പൊ എല്ലാവരുടെ ലൈഫിലും കുറെ പ്രശ്നങ്ങൾ വരുമല്ലോ. ആ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞൊരു മാജിക് പോലെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങുന്ന ഒരു സമയമാണ്. അത് നിങ്ങളുടെ കഷ്ടപ്പാടിന്റെയും പ്രാർത്ഥനയുടെയും പ്രയത്നത്തിന്റെയൊക്കെ ഫലമായിട്ടായിരിക്കണം. അപ്പോൾ ഒരു ലക്കും ഗുഡ് ഫോർച്യൂണും ഒക്കെ നിങ്ങളുടെ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുക, നമ്മൾ ചെയ്ത കർമ്മത്തിൽ ഫലത്തിൽ വിശ്വസിക്കുക. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് കൈപിടിക്കാൻ ഒരാളുണ്ട് എന്നൊരു വിശ്വാസം നമുക്ക് വരും. പലപ്പോഴും നിരീശ്വരവാദികൾ ചിലപ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് കൈ പിടിക്കാൻ ഒരാളില്ല എന്നുള്ളൊരു ചിന്ത ഉണ്ടായേക്കാം ഈശ്വരനിൽ വിശ്വസിക്കാത്ത ആൾക്കാർക്ക്. അപ്പോൾ അവരുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ അവർക്ക് നമ്മൾ മാത്രമേ നമുക്കുള്ളൂ എന്നുള്ള ചിന്ത വരും. ദൈവം എന്ന് പറയുന്നത് ശക്തിയോ അങ്ങനെയൊന്നുമില്ല, നമ്മളെ രക്ഷിക്കാൻ ആരുമില്ല എന്നുള്ളൊരു ചിന്ത വരുമ്പം നമുക്ക് കോൺഫിഡൻസ് കുറഞ്ഞു പോകും. ഇത് നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും വേദനയൊക്കെ വരുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു ശക്തി എൻ്റെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ ദൈവം എൻ്റെ കൈ പിടിക്കും, എൻ്റെ കണ്ണുനീര് കാണും, അങ്ങനെയുള്ള വിശ്വാസമാണ് നമ്മളെ നിലനിൽക്കാൻ പ്രേരിപ്പിക്കുന്നത്. നമുക്കങ്ങനെ വിശ്വാസം ഇല്ലാത്ത സമയത്ത് നമ്മൾ ശരിക്കും അമ്പരന്ന് പോകും. നമ്മൾക്ക് ആരുമില്ല, ഒറ്റപ്പെട്ടു പോകും എന്നുള്ള തോന്നലോ ആ സമയത്ത് യഥാർത്ഥത്തിൽ എല്ലാവരും ദൈവത്തിലേക്ക് വരും കേട്ടോ. ആ ഒരു പ്രശ്നം വരുമ്പോൾ എല്ലാവരും ദൈവം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് തുടങ്ങും. നൈൻ ഓഫ് വാൻഡ്സിന്റെ എനർജിയാണ്. ശരിക്കും നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ടെന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഈ ഒരു സമയം ദൈവം തരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ അഥവാ എന്തെങ്കിലും പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പോലും അതിന് പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ഏഞ്ചൽസിനോടോ ദൈവത്തോടോ ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് ചോദിക്കാം. എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ഹെൽപ്പ് നമുക്ക് ചോദിക്കാവുന്നതാണ്. അവർ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. സിക്സ് ഓഫ് വാൻഡ്സിന്റെ എനർജിയാണ്. ഒരുപാട് വിജയം നിങ്ങൾക്ക് ഈ ഒരു സമയം കിട്ടുന്നുണ്ട്. പല കാര്യങ്ങളിൽ, ഒന്നിലധികം കാര്യങ്ങളിൽ വിജയം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്ന് ഭഗവാൻ നിങ്ങൾക്ക് തരുന്ന മെസ്സേജ്.
നീ ചെയ്യുന്ന എല്ലാ കർമ്മത്തിനും ഫലം കൊണ്ട് നല്ല കർമ്മത്തിന് അത്രയും ഫലം അതേ അളവിൽ തിരിച്ചു തരുന്നുണ്ട് എന്നുള്ളതാണ് ദൈവം പറയുന്നത്. കാരണം ഭഗവാനെ ആശ്രയിക്കുന്ന ഒരാളിനും ഒരിക്കലും ഒരു വിഷമം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ ദൈവത്തെ മുറുകെ പിടിക്കുക. നമുക്ക് പറ്റൂല, ഇനി മുന്നോട്ട് പോകാൻ പറ്റൂല എന്ന് വിചാരിക്കുന്ന ആൾക്കാർ അവർ എല്ലാം സറണ്ടർ ചെയ്ത് കൊടുക്കുക. പിന്നെ വിശ്വാസമുള്ള ആൾക്കാർ ഇപ്പോൾ വ്രതമെടുത്താലും ഇല്ലെങ്കിലും നിങ്ങൾ നമഃശിവായ ചൊല്ലുന്നത് നല്ലതാണ്. എപ്പോഴും നമ്മൾ ഇന്നത്തെ ദിവസം മുഴുവൻ നമ്മൾ നമഃശിവായ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് കോൺഫിഡൻസ് ലെവല് കൂട്ടും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു റിവാർഡോ അല്ലെങ്കിൽ പ്രമോഷനോ ഒക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ സ്കോളർഷിപ്പോ അങ്ങനെയുള്ളൊരു കാര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. യാത്ര ചെയ്യാനുള്ളൊരു അനുമതി കിട്ടുന്നു എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ. ഇതിനകത്ത് ഒരു ട്രാവൽ വരുന്നുണ്ട്, ട്രാവൽ ഉണ്ടായിരിക്കാം ഇന്നത്തെ ദിവസം. അല്ലെങ്കിൽ നിങ്ങൾ ട്രാവൽ കാത്തിരുന്ന ആൾക്കാരാണെങ്കിൽ ട്രാവൽ വരുന്നു എന്ന് കാണുന്നുണ്ട്. വീണ്ടും വീലാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ഇപ്പോൾ ഡിലേ ആയിരുന്ന ചില കാര്യങ്ങൾ അതിന് ഒരു എൻഡ് ആകുന്നു, ഡിലേ എൻഡ് ആകുന്നു എന്നാണ് കാണുന്നത്. ഒരു പുതിയ സ്റ്റാർട്ട്. ഇത് ഒരു വീലാണ്. വീല് അറിയാമല്ലോ, നമ്മളുടെ ജീവിത ചക്രം അല്ലെങ്കിൽ നമ്മുടെ കാലചക്രം. അതിൽ ലക്ക് നമുക്ക് അനുകൂലമാണ് ഈ ഒരു സമയം. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള ഫലമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം ഇന്ന് കടാക്ഷിക്കുന്നതായിരിക്കാം. ഈ ഒരു സമയം മുതൽ, ഇന്ന് ശിവരാത്രിയാണ്, ഈ ഒരു സമയം മുതൽ നിങ്ങൾക്ക് വളരെ ഭാഗ്യം വരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു മെസ്സേജായിട്ട് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ ചിലപ്പോൾ സ്റ്റക്കായിരുന്ന പല കാര്യങ്ങളും, ഒരു പ്രോഗ്രസ്സും ഇല്ലായിരുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ചിലപ്പോൾ ഒറ്റൊരു ദിവസം കൊണ്ട് അതിന് വളരെ വലിയ മാറ്റം വന്നേക്കാം. സഡൻ ചേഞ്ച് വരും എന്നുള്ളതാണ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ചേഞ്ച് വരും എന്നുള്ളതാണ് കാണുന്നത്. അതും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ചാണ് നിങ്ങൾക്ക് വരാൻ പോണത്. അത് ചിലപ്പോൾ നിങ്ങളൊരു വാഹനം വാങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നും കാണുന്നുണ്ട്. 3 of Swordsന്റെ എനർജിയാണ്. ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ ദുഃഖങ്ങൾ ഹീൽ ചെയ്യാനുള്ളൊരു സമയമാണ് എന്നുള്ളതാണ് ഈ ഏഞ്ചൽ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പാസ്റ്റിൽ എന്ത് തന്നെ സംഭവിക്കട്ടെ, എത്ര വലിയ വേദനയിലൂടെ നിങ്ങൾ കടന്നു പോട്ടെ, ഞാനുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ കൈ പിടിച്ച് ഭഗവാൻ പറയുന്നതാണത്. ഞാനുണ്ട് കൂടെ എന്ന്. അപ്പോൾ നിങ്ങളതിൽ വിശ്വസിക്കാൻ ശ്രമിക്കുക. പാസ്റ്റിനെ പാസ്റ്റായിട്ട് വിട്ട് കളയുക. നിങ്ങൾ ചലഞ്ചിലൂടെയാണ് നമുക്ക് പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാകണമെന്നുള്ളതാണ്. വേദനയിലൂടെയാണ്, അല്ലെങ്കിൽ ചീറ്റിങ്ങിലൂടെയാണ്, നഷ്ടപ്പെടലിലൂടെയാണ് നമുക്ക് പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ചില മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഹീൽ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളോട് ആർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് ആരോടെങ്കിലും ഉണ്ടെങ്കിലോ അതൊക്കെ ഒന്ന് മാറും എന്നാണ് കാണുന്നത്. ഇത് നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ആവശ്യമായിട്ട് വരുന്ന ആൾക്കാരെ ഒന്ന് സമാധാനിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതിൽ ഒരു വലിയ സക്സസ് ഇന്നത്തെ ദിവസം ഉണ്ടാവുന്നതാണ്, അല്ലെങ്കിൽ സക്സസിൻ്റെ തുടക്കമാണ് ഇന്നത്തെ ദിവസം. നിങ്ങളുടെ ആ ഒരു ലൈഫിലുണ്ടായിരുന്ന കുറേയധികം പ്രശ്നങ്ങളൊക്കെ മാറി നിങ്ങളൊന്ന് സ്റ്റേബിളായിട്ട് നിൽക്കാൻ, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അത് തുടങ്ങുന്നൊരു സമയമാണ്. അത് നിങ്ങൾ പൂർണ്ണമായും ആ ഒരു എനർജിയെ റിസീവ് ചെയ്യുക ഇന്നത്തെ ദിവസം. വളരെ പോസിറ്റീവായിട്ടിരിക്കുക, നല്ല പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. ഐ എം ആൾവേസ് ഇനഫാണ്. ഇതിൽ ലൈറ്റ് ഹൗസ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ വർത്ത് നിങ്ങൾ ഡൗട്ട് ചെയ്യരുത് എന്നുള്ളതാണ് കേട്ടോ. നമ്മളുടെ മൂല്യം നമ്മൾ സംശയത്തോടെ നോക്കുന്ന ഒരു സമയമായിരിക്കും. എനിക്ക് മൂല്യമുണ്ടോ, ഞാൻ നല്ലതാണോ, ഞാൻ ഇനഫാണോ. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മളുടെ മനസ്സിൽ തന്നെ നമുക്ക് തോന്നണം, ഞാൻ ഇനഫാണ്, ഞാൻ തന്നെ മതി എന്ന് നമുക്ക് തോന്നണം. അപ്പോൾ പിന്നെ നമ്മളിൽ ഉള്ള പ്രകാശം നമ്മൾ വർദ്ധിപ്പിക്കുക, അത് നമ്മളിലോട്ട് കൊടുക്കുക. നമുക്ക് ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ ആദ്യം നമ്മളിലേക്ക് കൊടുക്കാനാണ്. അപ്പം നമ്മൾ കമ്പയർ ചെയ്യാതിരിക്കുക, ആരെയും കണ്ട് നമ്മൾ കമ്പയർ ചെയ്യാതിരിക്കുക, അവരെ പോലെ ആയിരുന്നെങ്കിൽ എന്നൊന്നും ചിന്തിക്കാതിരിക്കുക.
നമ്മൾ ഒരു പരിധി വരെ ഒരു ചില സമയങ്ങളിൽ അല്ലെങ്കിൽ ഒരു പ്രായം വരെ അതൊക്കെ ചെയ്യുമായിരിക്കും. അത് കഴിയുമ്പോൾ നമ്മൾ എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുക. ഓരോ സോളും യുണീക്കാണ്. ഓരോരുത്തരും ഈ ഭൂമിയിൽ വന്നത് ഓരോ പർപ്പസ് നിറവേറ്റാൻ വേണ്ടിയിട്ടാണ്. അത് തിരിച്ചറിയുക. ബിച്ച് ഫയർ ആണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു തിരി കൊളുത്താനാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരു തിരി കൊളുത്തണം. ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു ഫയർ നിങ്ങളുടെ ഉള്ളിൽ തെളിയുന്ന ഒരു സമയമാണ്. അത് ആ ഒരു ഫയർ എന്ന് പറയുന്നത് നിങ്ങളെ ആകെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ഒരു ഐഡിയ ആയിരിക്കാം. ദൈവം തരുന്ന ഒരു കണികയാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമുക്കാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് നിങ്ങൾ പോകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. യൂണിവേഴ്സാണ് നമ്മൾ ഒരു സ്റ്റാർ ഡസ്റ്റ് ആണെന്നാണ്. ഈ യൂണിവേഴ്സിലെ ഒരു പൊടിയാണ് നമ്മളെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മളും യൂണിവേഴ്സ് ആണെന്നുള്ളതാണ് കാണുന്നത്. ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത് എത്ര വലുതാണെന്ന് അറിയാമോ? അപ്പോൾ നമ്മൾ അതിൽ ഒരു സ്റ്റാറിൻ്റെ ഒരു പൊടി അതിൽ, അപ്പം നമ്മളും അതാണ് ഒരു സ്റ്റാറാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നമുക്ക് അതിൻ്റെ എല്ലാ ഗുണങ്ങളും നമ്മളിലുണ്ട്. യൂണിവേഴ്സിൻ്റെ എല്ലാ ഗുണങ്ങളും നമ്മളിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് നമ്മളൊന്ന് തിരിച്ചറിയുക എന്നാണ് ഇന്നത്തെ മെസ്സേജ്. ഇത് നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഇന്നത്തെ ദിവസം ശിവരാത്രി ആഘോഷിക്കുന്ന അല്ലെങ്കിൽ വ്രതം എടുക്കുന്ന എല്ലാവർക്കും, അല്ലാത്തതും ആയിട്ടുള്ള എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഇന്ന് ഒരുപാട് ഉണ്ടാകട്ടെ. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഇന്ന് ഭഗവാൻ സാധിച്ചു തരട്ടെ. എല്ലാവരും വളരെ ഭക്തിയോടെ ഇരിക്കുക. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു. നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും.